ഈ കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ട കമ്പനിയാണ്. ആശങ്കയുണ്ട്. നമസ്കാരം, ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡ് നവീകരണത്തിൽ ജനങ്ങൾക്ക് വീണ്ടും ഇരുട്ടടി. 3 വർഷത്തോളമായി റോഡ് നവീകരണം കാര്യക്ഷമമാക്കാതെ ജനങ്ങളെ ദുരിതത്തിലാക്കിയ കരാറുകാർ വീണ്ടും കരാർ ഏറ്റെടുത്തു. തിങ്കളാഴ്ച മുതൽ പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡിന്റെ അറ്റകുറ്റപ്പണികൾ KMC കൺസ്ട്രക്ഷൻസ് ആരംഭിക്കുമെന്ന് KSTP അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. ടെർമിനേറ്റ് ചെയ്യുന്നതിനായി നോട്ടീസ് ലഭിച്ച കരാറുകാർ ഹൈക്കോടതിയിൽ നിന്നാണ് അനുകൂല വിധി നേടിയത്. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്. 1% പലിശ നിരക്കുകളിൽ കിസാൻ ഗോൾഡ് ലോൺ. അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ. 3 വർഷത്തിലേറെയായി യാത്രക്കാരെയും നാട്ടുകാരെയും വലച്ച സമരമുഖത്തിറങ്ങിയ ജനപ്രതിനിധികൾക്ക് പുല്ലുവില കൽപ്പിച്ച് നടത്തിയ റോഡ് നവീകരണം വീണ്ടും ചർച്ചയാക്കേണ്ടിയിരിക്കുന്നു. പഴയ കരാറുകാരൻ, അതായത് റോഡ് പണി തോന്നിയതുപോലെ ചെയ്ത് അവതാളത്തിലാക്കിയ കമ്പനി വീണ്ടും കരാർ ഏറ്റെടുത്ത റോഡ് പണി പുനരാരംഭിക്കുന്നു. തിങ്കളാഴ്ച മുതൽ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിക്കുമെന്നാണ് KSTP അസിസ്റ്റന്റ് എഞ്ചിനീയർ പൊതുപ്രവർത്തകരെ അറിയിച്ചത്. കുറ്റിപ്പുറം ഓഫീസിൽ വെച്ച് പൊതുപ്രവർത്തകരായ ഷാജി കട്ടുപാറ, P ഹാരിസ്, EK മുഹമ്മദ് അലി എന്നിവരുമായി നടത്തിയ ചർച്ചയിലാണ് പഴയ കരാറുകാരെ വെച്ച് തന്നെ റോഡ് പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ തീരുമാനിച്ചതായി അറിയിച്ചത്. കരാർ വീണ്ടും ഏറ്റെടുത്ത പണി പൂർത്തീകരിക്കാനായി കമ്പനി ഹൈക്കോടതിയിൽ നിന്നും അനുകൂല വിധി നേടിയെടുത്തിരിക്കുകയാണ്. 144 കോടി രൂപയുടെ കരാർ ഏറ്റെടുത്ത 3 വർഷത്തോളമായി നടക്കുന്ന റോഡ് പണി എങ്ങും എത്താതായപ്പോഴാണ് ശക്തമായ സമരങ്ങൾക്കൊടുവിൽ കമ്പനിക്കെതിരെ ടെർമിനേഷന് നോട്ടീസ് നൽകിയത്. കരാറുകാർ വീണ്ടും കരാർ ഏറ്റെടുത്തതിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. റോഡ് നവീകരണം എന്ന പേരിൽ നിലവിലുണ്ടായിരുന്ന റബ്ബറൈസ്ഡ് റോഡ് തകർത്ത് ജനങ്ങളെ ദുരിതത്തിലാക്കി അനാസ്ഥ കാണിച്ച കരാറുകാരനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിന് പകരം വീണ്ടും കരാർ ഏൽപ്പിച്ച സാഹചര്യം MLAയും സർക്കാരും പുനഃപരിശോധിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാരും രംഗത്തിറങ്ങിയിട്ടുണ്ടിപ്പോൾ. വിഷയത്തിൽ വലിയ ആശങ്കയുണ്ടെന്നും പ്രത്യക്ഷ സമര പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും പൊതുപ്രവർത്തകൻ ഷാജി കട്ടുപാറ പറഞ്ഞു. റോഡ് 100% തകർത്ത് യാത്ര ദുസ്സഹമാവുന്ന തരത്തിൽ ജനങ്ങളെ ദുരിതത്തിലാക്കിക്കൊണ്ടാണ് കരാർ കമ്പനിക്കാരൻ റോഡിന്റെ വർക്ക് പാതി വഴിവിട്ട് പോയത്. പൊതുജനങ്ങളും MLA ഉൾപ്പെടെയുള്ള നിരവധി സംഘടനകളും സമരങ്ങളും അതോടൊപ്പം തന്നെ പ്രതിഷേധങ്ങളുമായി രംഗത്ത് വന്നപ്പോൾ കരാറുകാരനെ ടെർമിനേറ്റ് ചെയ്ത് പുതിയ കരാർ കമ്പനിക്ക് കരാർ നൽകി റോഡ് വർക്ക് ഉടൻ തന്നെ ആരംഭിക്കുമെന്ന് സർക്കാരും സംവിധാനങ്ങളൊക്കെ ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നുണ്ട്. ഇതിന്റെ പുരോഗതി അറിയാൻ വേണ്ടി ഇന്ന് KSTP കുറ്റിപ്പുറം ഓഫീസിലേക്ക് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കാണാൻ പോയ സമയം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നില്ല. അവരെ ഫോൺ ബന്ധപ്പെട്ട സമയം AE തിങ്കളാഴ്ച മുതൽ റോഡ് പണി പഴയ കമ്പനിക്ക് തന്നെ നൽകിക്കൊണ്ട് പണി തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചതായി അറിയിക്കുകയുണ്ടായി. ഈ കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ട കമ്പനിയാണ്. ഈ കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്താതെ സർക്കാരും ഉദ്യോഗസ്ഥരും ചേർന്നുകൊണ്ട് ഒരു നാടകം കളിച്ച് കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്ത് വീണ്ടും ആ കമ്പനിക്ക് തന്നെ കരാറ് നൽകുന്നതിൽ ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. അവരെ തന്നെ റോഡിന്റെ വർക്ക് ഏൽപ്പിച്ചതിൽ ആശങ്കയുണ്ട്. ഒരു റോഡിന് വേണ്ടി ഇത്രത്തോളം ദുരിതം അനുഭവിക്കേണ്ടി വന്ന സാഹചര്യം വേറെങ്ങും കേട്ടുകേൾവി പോലും ഉണ്ടായിട്ടുണ്ടാവില്ല. ജനങ്ങളെയും ജനപ്രതിനിധികളെയും ഒരുപോലെ വെള്ളം കുടിപ്പിച്ച കരാറുകാരും മറ്റെങ്ങും ഉണ്ടാവില്ല. പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങില്ല എന്നൊരു ചൊല്ലുണ്ട്. റോഡിനു വേണ്ടി നടത്തിയ എല്ലാ സമരമുറകളെയും പുച്ഛിച്ചു തള്ളി അനുകൂല വിധി നേടിയെടുക്കാൻ കരാറുകാർക്ക് കഴിഞ്ഞു എന്നതാണ് ഈ കഥയിലെ ട്വിസ്റ്റ്. ഒരു നാട് തന്നെ ഒന്നിച്ചിറങ്ങി മുറവിളി കൂട്ടിയിട്ടും പട്ടാമ്പി റോഡ് നവീകരണം ഇഴയുകയായിരുന്നു. പുലാമന്തോൾ മുതൽ പെരിന്തൽമണ്ണ വരെ നജീബ് കാന്തപുരം MLA നടത്തിയ സമരവും വ്യാപാരി വ്യവസായി ഏകോപന സമിതി നടത്തിയ സമരവും റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള നാട്ടുകാരുടെ പ്രതിഷേധ സ്വരങ്ങളുമൊക്കെ പട്ടാമ്പി റോഡിന്റെ കാര്യത്തിൽ ജലരേഖയായി. കഴുത്തിനൊപ്പം വെള്ളം കയറിയാൽ അതിനു മുകളിൽ തോണി എന്നാണ് കരാർ ഏറ്റെടുത്ത കമ്പനിയുടെ നിലപാട്. ശക്തമായ സമരങ്ങൾക്ക് മുകളിൽ ഹൈക്കോടതി വിധി എന്ന ആയുധം വെച്ച് തുഴഞ്ഞെറിയുകയാണ് കരാർ കമ്പനി. ഈ റോഡ് പണി ആരംഭിച്ചിട്ട് 3 മഴക്കാലം പിന്നിട്ടു. തിങ്കളാഴ്ച വീണ്ടും കമ്പനി പ്രവൃത്തികൾ പുനരാരംഭിക്കുമ്പോൾ വലിയ പ്രതീക്ഷയൊന്നും പങ്കിടാനില്ല. ഇടവപ്പാതി അറിഞ്ഞു പെയ്യാൻ ഇനി 1 മാസം തികച്ചില്ല. ടുഡേ ന്യൂസ്
പെരിന്തൽമണ്ണ. ആഘോഷങ്ങളെ വരവേൽക്കാം അറ്റ്ലസിനൊപ്പം. അറ്റ്ലസിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. കൂപ്പൺ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം 50 LED ടിവികൾ. ഈ ഓഫർ മാർച്ച് 20 മുതൽ ഏപ്രിൽ 20 വരെ മാത്രം. വിപണിയിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് ഈസ്റ്റർ, വിഷു, റംദാൻ ആഘോഷങ്ങളെ വരവേൽക്കാൻ അറ്റ്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു. അറ്റ്ലസ്, അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ. സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലിയില്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനിതാ ഒരു സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും. 2% മുതൽ അഡ്വാൻസ് ബുക്കിംഗോടുകൂടി 2.5% മുതൽ മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ. സ്കൈ ഗോൾഡ്, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി, പൂനെ.